ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഇത് നമ്മൾ റാഗിയും ചിയ സീഡ്സൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതൊരു ഗ്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട പോഷകങ്ങളും കിട്ടും. അതോടൊപ്പം കുറേ നേരത്തേക്ക് വിശക്കത്തുമില്ല, നല്ല ഉന്മേഷത്തോടെ ഇരിക്കാനും പറ്റും. ഇത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമില്ലാത്തവർക്കൊക്കെയും ഇത് രാവിലെ കുടിക്കാം. റാഗി ആയതുകൊണ്ട് തന്നെ നമ്മളിത് കുടിച്ചു കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് നമ്മൾക്ക് വിശപ്പറിയത്തില്ല. അതുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് വളരെ നല്ലതാണ്. നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. അതും ഞാനിവിടെ പറയുന്നുണ്ട്. ഇത് നമ്മളുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെയും വളരെ നല്ലതാണ്. അപ്പം നമുക്ക് നോക്കാം ഹെൽത്തി ആയിട്ടുള്ള ഈ ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് 15 ബദാം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വെള്ളത്തിലിടണം. ഇതിൻ്റെ തൊലി പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിടുന്നത്. തലേദിവസം രാത്രി വെള്ളത്തിലിടുകയാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. ഇനി അത് മറന്നവരാണെങ്കിൽ രാവിലെ നല്ല ചൂടുവെള്ളത്തിലിട്ടാലും ഇത് പെട്ടെന്ന് തൊലി പോയി കിട്ടും. ബദാം കഴിക്കുന്നത് കൊണ്ട് നമ്മളുടെ ബിപിയും കൊളസ്ട്രോളും ഷുഗറും എല്ലാം കുറയും. അതുമാത്രമല്ല, ഇത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾക്ക് വിശക്കത്തില്ല. അതുകൊണ്ട് വെയിറ്റ് ലോസിനും ഇത് നല്ലതാണ്. ഇനി നമ്മൾക്ക് വേണ്ടത് ചിയ സീഡ്സ് ആണ്. 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ചിയ സീഡ്സിൻ്റെ ഗുണങ്ങളുള്ള ഒരു വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. എന്നാലും ചെറുതായിട്ടൊന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് ഒരുപാട് ഫൈബറും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ക്യാൻസറിന് ചെറുക്കാനും നല്ലതാണ്. പിന്നെ ഇതിനകത്ത് omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അത് നമ്മളുടെ ഹാർട്ടിനും വളരെ നല്ലതാണ്. ഇനി ഇത് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് കലക്കിക്കൊണ്ടിരിക്കണം. നമ്മളിത് ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കട്ടയായി പോവും. അതുകൊണ്ട് കുറച്ച് നേരം ഇത് ഇതേപോലെ കലക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഇത് കട്ടയില്ലാതെ കിട്ടും. ചിയ സീഡ്സ് നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ എല്ലാം ഇത് കുറയ്ക്കും. അതുകൊണ്ട് തന്നെ ക്യാൻസർ വരാതിരിക്കാനും ഇത് വളരെ നല്ലതാണ്. ഇപ്പം ഞാനിതോടെ കട്ടയില്ലാതെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഇത് വെള്ളമൊക്കെ അബ്സോർബ് ചെയ്ത് കറക്റ്റ് പാകമായിട്ട് വരും. അപ്പോഴത്തേക്കും നമ്മൾക്ക് കുറച്ചും കൂടെ സാധനങ്ങൾ ശരിയാക്കാനുണ്ട്. ഒരു ക്യാരറ്റ് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്കൊന്ന് വേവിക്കണം. ക്യാരറ്റ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ കണ്ണുകൾക്ക് വളരെ നല്ലതാണ്. ഇതിനകത്ത് വൈറ്റമിൻ എ ധാരാളമുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ബ്ലഡ് പ്രഷറും ബ്ലഡ് ഷുഗറും ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ഹാർട്ടിനും വളരെ നല്ലതാണ്. ഇത് കഴിക്കുന്നത് കൊണ്ട് ഇമ്മ്യൂണിറ്റി കൂടും. പിന്നെ നമ്മളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും നല്ലതാണ്. നമ്മൾക്ക് ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇത് അടുപ്പത്തോട്ട് വെക്കാം. അടുത്തതായിട്ടുള്ളത് ഡേറ്റ്സ് ആണ്. ഞാനിവിടെ 6 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ എടുക്കാനായിട്ട്. ഡേറ്റ്സ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അയേൺ, വൈറ്റമിൻസ്, മിനറൽസ് ഇതൊക്കെ ധാരാളം അടങ്ങിയതാണ്. ഹീമോഗ്ലോബിൻ കുറവുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ക്ഷീണം അനുഭവപ്പെടില്ല. നമ്മൾ നല്ല എനർജറ്റിക് ആയിട്ട് ആരോഗ്യത്തോടെ ഇരിക്കാനും ഇത് സഹായിക്കും. ഇനി എടുക്കുന്നത് മുളപ്പിച്ച റാഗി പൊടിയാണ്. ഇനി ഇത് ഇല്ലാത്തവർക്ക് സാധാരണ റാഗിപ്പൊടി എടുത്താലും മതി. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. മുളപ്പിച്ച റാഗിപ്പൊടിക്ക് കുറച്ചും കൂടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടുതലാണ്. ഇതിനകത്ത് ധാരാളം അയേണും ഫൈബറും കാൽഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കും വളരെ നല്ലതാണ്. ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് നല്ലതാണ്. പിന്നെ ഇത് കഴിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് പെട്ടെന്ന് വിശക്കത്തില്ല. അതുകൊണ്ട് തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് നല്ലതായിരിക്കും. മുളപ്പിച്ച റാഗിപ്പൊടിയിൽ സാധാരണ റാഗിപ്പൊടിയേക്കാളും 10 മടങ്ങ് അയൺ കൂടുതലുണ്ട്. ഇനി ഇത് 2 കപ്പ് വെള്ളം ഒഴിച്ച് നല്ല പോലെ കട്ടയില്ലാതെ കലക്കിയെടുക്കണം. റാഗി നമ്മളുടെ ഭക്ഷണത്തിൽ ദിവസവും ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഇനി ഇത് നമ്മൾക്ക് അടുപ്പത്തോട്ട് വയ്ക്കാം. ഞാനിവിടെ കട്ടയില്ലാതെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇത് ആദ്യമേ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പെട്ടെന്ന് തന്നെ ഇത് കട്ടയാവും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് തിളച്ചാലും കുറച്ച് നേരം കൂടി ഇത് ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. ഇതിൻ്റെ പച്ച ചുവയൊന്ന് മാറുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായി കുക്ക് ചെയ്തെടുക്കുക. ഇപ്പം ഇതിവിടെ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ ക്യാരറ്റ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതും ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചൂടാറാൻ വേണ്ടിയിട്ട് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ കുറച്ച് പാലും കൂടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചൂടാറിയിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി. ഇപ്പം നമ്മളുടെ റാഗിയെല്ലാം നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. തണുത്തപ്പോൾ ഇത് ഒന്നും കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു കാര്യം കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. 1/2 ടീസ്പൂൺ കറുവാപ്പട്ടയുടെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിടുന്നത് കൊണ്ട് നമ്മളുടെ ഡ്രിങ്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടും എന്നുള്ളത് മാത്രമല്ല, കൊളസ്ട്രോളും ബിപിയും എല്ലാം കുറയ്ക്കുന്നതിനും ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കും. നമ്മൾ നേരത്തെ ബദാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ തൊലി നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഇതേപോലെ കളഞ്ഞെടുക്കാൻ പറ്റും. എല്ലാത്തിൻ്റെയും തൊലി ഇതേപോലെ കളഞ്ഞെടുക്കുക. ഇനി നമ്മൾക്ക് മിക്സിയുടെ വലിയ ജാർ എടുക്കാം.
വലിയ ജാർ എടുത്താലാണ് നമ്മൾക്ക് എല്ലാം കൂടെ കൊള്ളത്തുള്ളൂ. അതിനകത്തേക്ക് ആദ്യമേ തന്നെ ഇട്ട് കൊടുക്കുന്നത് ക്യാരറ്റ് വേവിച്ചതാണ്. അത് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ കുരുകളഞ്ഞ ഡേറ്റ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ്. ഇനി ഇതുപോലത്തെ ഡേറ്റ്സ് അല്ല കയ്യിലുള്ളതെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ നമ്മൾ ബദാം ഇട്ട് അതേപോലെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അത് കുതിർന്ന് കിട്ടും. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡാണ്. ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത് ചണവിത്താണ്. ഇതിനും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ്. ഇതിനകത്തും ഒമേഗ 3യും ഫൈബറും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇതും ക്യാൻസറിനെതിരെ ഫൈറ്റ് ചെയ്യും. പിന്നെ അത് മാത്രമല്ല കൊളസ്ട്രോളും ബിപിയും ഷുഗറും എല്ലാം കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ അത് മുടികൊഴിച്ചിൽ തടയാനും നമ്മളുടെ ബ്രെയിനിനും വളരെ നല്ലതാണ്. ഇനി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ തൊലികളഞ്ഞ് വെച്ച ബദാമാണ്. അതിനുശേഷം നമ്മൾ കുറുക്കി വെച്ച റാഗി നല്ലപോലെ തണുത്ത് വന്നതിന് ശേഷം വേണം നമ്മളിതൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. മധുരം കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇത്രയും ഡേറ്റ്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പാകത്തിന് മധുരം ഉണ്ടായിരിക്കും. ഇപ്പം ഞാനിവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാനുണ്ട്. അത് ഓപ്ഷണലാണ്. പാലിന് പകരം വേണമെങ്കിൽ വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പാൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുക. ഏകദേശം 1 കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചിയാ സീഡ്സ് അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇട്ട് കൊടുത്തിട്ടില്ല. ഇപ്പം ഇത് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർത്തി വെച്ച ചിയാ സീഡ്സ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് സ്പൂൺ വെച്ച് ഇളക്കി കൊടുത്താൽ മതി. വീണ്ടും നമ്മളിത് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് 2 ഗ്ലാസ്സിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് കറക്റ്റ് 2 ഗ്ലാസ്സേ കാണത്തുള്ളൂ. അപ്പം കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ അതനുസരിച്ചിട്ട് എല്ലാ ചേരുവകളും കൂട്ടിയെടുക്കുക. ഇന്നത്തെ തിരക്ക് പിടിച്ച ലൈഫ് സ്റ്റൈലിൽ നമ്മൾക്ക് ഇതുപോലത്തെയൊക്കെ ഡ്രിങ്ക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ ആരോഗ്യം സൂക്ഷിക്കുന്നതിന് ഇത് വളരെ നല്ലതാണ്. പലതരത്തിലുള്ള റാഗി ഡ്രിങ്ക്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരെ അത് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി. ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ആൽമണ്ട്സ് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബ്ലൂബെറിയും പിന്നെ റാസ്ബെറിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബ്ലൂബെറിയിലും ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഇത് നമ്മളുടെ ചർമ്മത്തിൻ്റെ പ്രായം കുറവ് തോന്നിക്കുന്നതിനും പിന്നെ അതുപോലെ തന്നെ കിഡ്നി സംബന്ധമായ അസുഖമുള്ളവർക്കും ഒക്കെയും നല്ലതാണ്. റാസ്ബെറിയിലും നിറയെ വൈറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കിട്ടാത്തവരാണെങ്കിൽ സാധാരണ ഏതെങ്കിലും ഫ്രൂട്ട് ഇട്ട് കൊടുത്താലും മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്പിളോ അല്ലെങ്കിൽ പഴമോ ഏത് വേണമെങ്കിലും അരിഞ്ഞിട്ട് കൊടുക്കാം. ഇത് രാവിലെയോ അല്ലെങ്കിൽ രാത്രിയോ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾക്ക് കുടിക്കാം. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്